ഭരണ തുടർച്ചയുടെ ആവേശത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ അമരത്തേക്ക് പുതുമുഖത്തെ നിയോഗിച്ച് CPM. തൂത 2ാം വാർഡിൽ നിന്ന് അട്ടിമറി വിജയം നേടിയ ഇടത് സ്വതന്ത്രാംഗം KT ജംഷിയ നഗരസഭാ ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായിരുന്ന തൂത 2ാം വാർഡ് 2 തവണ ലീഗ് ആധിപത്യത്തിന് ശേഷം പിടിച്ചെടുത്താണ് ജംഷിയ കരുത്ത് തെളിയിച്ചത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കുന്നുംപുറം വാർഡംഗം N സാബിറയാണ് ജംഷിയയുടെ പേര് നിർദ്ദേശിച്ചത്. 33 അംഗ കൌൺസിലിൽ 17 പേരുടെ പിന്തുണയോടെയാണ് ജംഷിയ തിരഞ്ഞെടുക്കപ്പെട്ടത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ ശ്രീലജ വാഴക്കുന്നത്തിന് 14 വോട്ടുകൾ ലഭിച്ചു. BJP അംഗം P. ജയൻ, വെൽഫെയർ പാർട്ടി അംഗം സമീറ ഗഫൂർ എന്നിവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ജംസിയ KT എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മുദ്രാവാക്യം വിളികളോടെയും ഹാരാർപ്പണം നടത്തിയും ഇടതുമുന്നണി പ്രവർത്തകരും നേതാക്കളും ജംഷിയയെ സ്വീകരിച്ചു. തുടർന്ന് ചെയർപേഴ്സന്റെ ചേംബറിൽ കേക്ക് മുറിച്ചും ആഹ്ലാദം പങ്കിട്ടു. ായ ജംഷിയ ബിരുദധാരിയാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുമെന്ന് ജംഷിയ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡിലും നമ്മൾ നടത്തും. അതിനുള്ള ആ ഒരു തുടർച്ചയാണ് നമ്മുടെ ഈ ഭരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഭരണ സംസ്കാരം അത് തന്നെയാണ്. രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ നമ്മൾ അതെല്ലാ മേഖലകളിലും എത്തിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും. അതിനുള്ള ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകും. വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് അതിന്റെ ഭംഗിയോടുകൂടിയും കൃത്യതയോടുകൂടിയും നിർവഹിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഇടതുമുന്നണി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും നഗരസഭയുടെ സമഗ്ര പുരോഗതിക്കുമായിരിക്കും മുൻഗണന നൽകുകയെന്നും ജംഷിയ വ്യക്തമാക്കി. നമ്മുടെ നാട്ടിലെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറി നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയും അതുപോലെ തന്നെ പ്രചരണവുമാണ് UDF ചെറുപ്പശ്ശേരിയിൽ നടത്തിയത്. അതിനെ ജനങ്ങൾ എല്ലാ മേഖലയിലും അവർ നടത്തിയ പ്രചരണങ്ങൾ അവർ തള്ളിക്കളഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനെ അധികാരത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ ചെറുപ്പശ്ശേരിയിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് തുടർന്ന് മുന്നോട്ട് പോകുക തന്നെ. CCN ചെർപ്പുളശ്ശേരി.